ഡൗട്ട്സ് ഉള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു കേട്ടോ. ശ്രേയ. ലൂപ്പ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡിഫിക്കൽട്ട് ആണ്. നമുക്കത് ഇത്രയും ഇത് വൺ ഓഫ് ദ ഏറ്റവും ഡിഫിക്കൽട്ടി കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ജനറൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കാണേണ്ട ഒരു ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ, ആ കറന്റ് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ, അത് രണ്ട് ലൂപ്പിലും കോമൺ ആയിട്ട് വേണം. അതാണ് ഒരു കോമൺ ഐഡിയ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് അതും യൂസ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ കുറെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ ഒരുപാട് ലൂപ്സ് ഉണ്ടല്ലോ, പലതും യൂസ് ചെയ്യാം. ഏത് വഴിക്ക് പോലും കിട്ടും. ബട്ട് ഐഡിയ ഇതാണ്, നമുക്ക് കാണേണ്ട ബ്രാഞ്ചിലെ കറന്റ് രണ്ട് ലൂപ്പിലും കോമൺ ആയിരിക്കണം. അപ്പോഴല്ലേ നമുക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റും, പക്ഷെ മൊത്തം എല്ലാം ചേഞ്ച് ആവും, പക്ഷെ പറ്റും. ഏത് പാർട്ടാണ് മിസ്റ്റേക്ക് വരുന്നത്? കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ആണോ? ഓളോ, അതില് ട്രിക്സ് ഇല്ലല്ലോ, അത് നമ്മള് കെയർഫുൾ ആയിട്ട് ചെയ്യാന്ന് തന്നെ. അത് ശ്രദ്ധ, അല്ലേ, അതിൽ നമുക്ക് ട്രിക്ക് പറയാൻ പറ്റുമല്ലോ. പോയിന്റ് ഇതാണ്, നമ്മുടെ നേരത്തെ ചോദിച്ച കറക്റ്റ് ക്വസ്റ്റ്യൻ, ലൈക്ക് ഹൗ ടു ചൂസ് ദ കറക്റ്റ് ലൂപ്പ്, അതിതാണ് ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, വേറെ ട്രിക്സ് ഒന്നുമില്ല. അതില് ഒരു സ്ഥലത്ത് 0 എടുത്തു, എന്നിട്ട് അത് എവിടെ വരെ 0 ആയിട്ട് പോകുന്നു അങ്ങനെ എന്തോ, പക്ഷെ എനിക്ക് അത് കൃത്യമായിട്ട് ഉറപ്പില്ല. 0 എടുത്തിട്ട് എവിടം വരെ 0 ആയിട്ട് പോകുന്നോ? ഒരു സ്ഥലത്ത് 0യും ഒരു സ്ഥലത്ത് ബിയും, ഒരു ലൂപ്പിന്റെ ബിഗിനിങ്ങിലും എൻഡിലും, എന്നിട്ട് അത് വെച്ചെടുത്തു. അപ്പൊ അത് ഭയങ്കര സിംപ്ലിഫൈഡ് ആവുമായിരുന്നു ആ സർക്യൂട്ട്. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ എന്തെങ്കിലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. പൊട്ടൻഷ്യൽ മെത്തേഡ് എന്നാണ്. ഓക്കെ, ശരി, ഞാൻ നോക്കട്ടെ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ പഠിക്കുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ആ ഇക്വേഷൻ, സ്മോൾ എഫ്. അതാണ് μ0 I1 I2 by 2πa, വിച്ച് ഈസ് ദ രണ്ട് അത് നമ്മൾ ഡെറിവേഷൻ ആലോചിക്കുകയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് പാരലൽ കണ്ടക്ടേഴ്സ് ആണ്. ടോട്ടൽ ഫോഴ്സ് പറയാൻ പറ്റുമല്ലോ തിയററ്റിക്കലി പറയുമ്പോൾ, ബിക്കോസ് ഇറ്റ്സ് ഇൻഫിനിറ്റ്ലി ലോങ്. സോ വാട്ട് വി ഡിറൈവ്ഡ് ദെയർ ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ μ0 I1 I2 by 2πa. സോ നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ അതിൽ നമുക്ക് 5 മീറ്റർ ലെങ്ത്തിലുള്ള ഫോഴ്സ് ആണ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, I've never had any good physics teacher like you and Yazoo. ഇതിനേക്കാളും കൂടുതൽ ഒരു സന്തോഷം നൽകുന്ന കാര്യമില്ല ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് യു ടു ഹാവ് ബീൻ എ വെരി ഗുഡ് സ്റ്റുഡൻറ്. അതിപ്പോൾ ശ്രേയ ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഓക്കെ, ഇന്ന സാധനമാണ് ചോദിക്കാൻ വരുന്നത്. ബിക്കോസ് അവിടെ ഒരു ലോജിക്കൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ ക്ലാസ് എടുക്കുമ്പോൾ. സോ കറക്റ്റ് അങ്ങനത്തെ ഗ്യാപ്പുകൾ വരുന്ന സമയത്ത് തന്നെ ശ്രേയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ എനിക്കറിയാം ശ്രേയ ഇതാണ് ചോദിക്കാൻ വരുന്നത് മിക്ക സമയത്തും. അപ്പോൾ ലൈക്ക് എല്ലാം കറക്റ്റാണ്, മൈൻഡ് ലോജിക് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. കൺസെപ്റ്റൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ഒരു ഉപദേശം തരാം, ഒരു സജഷൻ പോലെ പറയാം.
ഈ ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എപ്പോഴും ബെറ്റർ അല്ലെങ്കിൽ റിസൾട്ട് നോക്കിയില്ലെങ്കിൽ എപ്പോഴും ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ എന്താ പറയുക വാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ വഴി കൂടെയും പോയി മിസ്റ്റേക്സ് ഉണ്ടാക്കി അതാണ് നല്ലത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. ഈ റിസൾട്ട്സ് വരുന്ന ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അതൊക്കെ ഒന്ന് ചിലത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, റിസൾട്ട് മാത്രം നോക്കേണ്ടി വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൂടുതൽ പെർഫോം ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം പോകുമ്പോൾ റാങ്ക് അടിക്കണം, അങ്ങനെ വേണമല്ലോ. അപ്പം ചില സ്ഥലങ്ങളിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? അതാണ് മെമ്മറിയും ലോജിക്കും ഒരേപോലെ ആവശ്യമാണ്. ബിക്കോസ് നമ്മുടെ ലിമിറ്റഡ് ആണല്ലോ ഇപ്പം നമുക്കിപ്പോൾ ഒരുപാട് സമയവും ഒരുപാട് എല്ലാം ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. എനിക്ക് കംപ്ലീറ്റ് അറിയില്ല കേട്ടോ ശ്രേയ എങ്ങനെയാണ് ഹോൾ പഠിക്കുന്നത്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഐഡിയ ഞാൻ പറയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു ടെക്നിക്കുകളും ഉടായ്പൊക്കെ കാണിച്ച് പഠിക്കാം. ഓക്കെ ശ്രേയ. സോ ഡൗട്ട്സ് ഇതല്ലേ ഉള്ളൂ. സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ.